റിലീസിന് മുൻപുള്ള ഓഡിയോ ലോഞ്ചുകൾ എന്നും ശ്രദ്ധ നേടാറുണ്ട്. ഓഡിയോ ലോഞ്ചിലെ താരങ്ങളുടെ വാക്കുകൾ ഫാൻസ് പോരിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെയും ദളപതി വിജയുടേതുമാണ്. രജനീകാന്തിന്റെ വിവാദമായ പരാമർശമായിരുന്നു കാക്ക പരുന്ത്. ജയിലർ സിനിമയുടെ ഓഡിയോ ലോഞ്ചിലായിരുന്നു രജനീകാന്ത് തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി സംസാരിച്ചത്. എന്നാൽ രജനി നടൻ വിജയാണ് വിമർശിച്ചതെന്ന ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഈ പരാമർശത്തോട് പേരെടുത്ത് പറയാതെ തന്നെ ശക്തമായി വിജയും പ്രതികരിച്ചു. ഈ അടുത്ത ഓഡിയോ ലോഞ്ചിൽ അതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് രജനീകാന്ത്. താൻ എന്നും വിജയുടെ അഭ്യുദയകാംക്ഷിയാണ് എന്നാണ് രജനിയുടെ പക്ഷം. ജയിലർ ഓഡിയോ ലോഞ്ചിലെ രജനിയുടെ പരാമർശം വിവാദമാകാൻ കാരണമുണ്ടായിരുന്നു. പക്ഷികളുടെ കൂട്ടത്തിൽ കാക്ക എല്ലാവരെയും ശല്യപ്പെടുത്തും, പരുന്ത് അത്തരത്തിൽ ചെയ്യില്ല. കാക്ക പരുന്തിനെ പോലും ശല്യപ്പെടുത്തും, എന്നാൽ പരുന്ത് അതിന് പ്രതികരിക്കാതെ ഉയരത്തിൽ പറക്കും. കാക്കയ്ക്ക് ആ ഉയരത്തിലെത്താൻ കഴിയില്ല. ഞാനിത് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇന്നയാളെയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരും. കുരയ്ക്കാത്ത നായകളും കുറ്റം പറയാത്ത നാവുകളും ഉണ്ടാകില്ല. അത് രണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാത്ത സ്ഥലങ്ങളും കാണില്ല. നമ്മൾ നമ്മുടെ പണിയുമായി മുന്നോട്ട് പോകണമെന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത്. തന്റെ സൂപ്പർ താര പദവിയിലേക്ക് പലരും വിജയെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെയാണ് രജനി പ്രതികരിച്ചത് എന്ന ചർച്ചകൾ എത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ രജനി വിജയ് ഫാൻസ് ഏറ്റുമുട്ടലും നടന്നു. ഇതോടെ ലിയോ സിനിമയുടെ പ്രസ് മീറ്റിൽ ഈ വിഷയത്തിൽ വിജയ് പ്രതികരിക്കുകയും ചെയ്തു. പുരട്ചി തലൈവർ ഒരാൾ മാത്രമാണ്, നടികർ തിലകം ഒരാൾ മാത്രമാണ്, പുരട്ചി കലൈഞ്ഞർ ക്യാപ്റ്റൻ ഒരാൾ മാത്രമാണ്, ഉലക നായകൻ ഒരാൾ മാത്രമാണ്, സൂപ്പർ സ്റ്റാർ ഒരാൾ മാത്രമാണ്, അതുപോലെ തല എന്നാലും ഒരാൾ മാത്രമാണ്. ചക്രവർത്തിയുടെ കീഴിലാണ് ദളപതിയുടെ സ്ഥാനം. ചക്രവർത്തി പറയും, ദളപതി ചെയ്യും. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് ചക്രവർത്തി, ഞാൻ നിങ്ങളുടെ കീഴെയുള്ള ദളപതിയും എന്നായിരുന്നു വിജയുടെ വാക്കുകൾ. എന്നാൽ തന്റെ കാക്ക പരുന്ത് പരാമർശം വിജയ് ഉദ്ദേശിച്ചല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രജനീകാന്ത് ഇപ്പോൾ. മകൾ ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലാണ് രജനി ഇക്കാര്യം സംസാരിച്ചത്. തന്റെ പരാമർശം വിജയെ ഉദ്ദേശിച്ചല്ല നടത്തിയതെന്നും വിജയുമായി മത്സരത്തിൽ എന്ന പ്രചാരണം വേദനിപ്പിക്കുന്നുവെന്നും രജനീകാന്ത് വ്യക്തമാക്കി. വിജയ് ഇന്ന് വലിയ താരമായി വളർന്നു കഴിഞ്ഞു. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. താൻ എന്നും വിജയുടെ അഭ്യുദയകാംക്ഷിയാണ്. ആരാധകർ ഇത്തരം വിഷയങ്ങൾ ഇനി ഉയർത്തരുത് എന്നാണ് രജനീകാന്ത് പറയുന്നത്. അതേസമയം ജയിലറിന്റെ വൻ വിജയത്തിന് ശേഷം രജനീകാന്ത് നായകനായെത്തുന്ന സിനിമയാണ് തലൈവർ 170. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടൈറ്റിലും ടീസറും കഴിഞ്ഞ മാസം പുറത്തുവിട്ടിരുന്നു. വേട്ടയൻ എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ടൈറ്റിൽ. ജയ് ഭീം എന്ന ചിത്രത്തിന് ശേഷം TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് രജനീകാന്തിന്റെ കരിയറിലെ 170ാമത് ചിത്രം. ചിത്രത്തിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനി എത്തുന്നത്. 33 വർഷത്തിന് ശേഷം രജനീകാന്തും അമിതാഭ് ബച്ചനും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും തലൈവർ 170ക്കുണ്ട്. ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, റാണ ദഗുബട്ടി, തുഷാര വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതം നൽകുന്നത്. SR കതിരാണ് ചിത്രത്തിന് വേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്.